ചെറിയ പൈസക്ക് എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം മോഡൽ കൂടിയൊരു വണ്ടി. മോഡൽ കൂടി പറഞ്ഞാല് നോർമലി വലിയ മോഡലല്ല. 2015 കാറ്റഗറിയിലേക്ക് വരുന്ന ഡീസൽ എഞ്ചിനിൽ വരുന്ന റെനോൾട്ടിന്റെ ഡോഡ്ജ് ആണ് വരുന്നത്. 1,10,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത്. സെക്കൻഡ് RC-ലാണ് വണ്ടി വരുന്നത്. 2017 മോഡലാണ് ഇത് വരുന്നത്. സീറ്റ് ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 16,000 കിലോമീറ്റർ വണ്ടി. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു നെക്സോണിന്റെ EV വണ്ടിയാണ്, ഇലക്ട്രിക് ആണല്ലേ. ഇത് വരുന്നത് 2020 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 65,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. റെയർ ആയിട്ട് കാണുന്നതാണ്. ടൊയോട്ടന്റെ യാരിസിൽ CVT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കലി CVT ഗിയർ ബോക്സ് വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോ നമ്മളിന്ന് എത്തിയിട്ടുണ്ട് കോഴിക്കോടുള്ള കാർ ആൻഡ് ബൈക്ക് ഷോപ്പിലാട്ടോ. നല്ല ഓഫറിലാണ് ഇപ്രാവശ്യം കൊടുക്കുന്നത്. ഡിസംബർ ആയതുകൊണ്ട് നല്ല ഇയർ എൻഡ് ഓഫർ, അതായത് സ്വർണ്ണ നാണയങ്ങള്, അങ്ങനെ കുറെ ഓഫറുകൾ ഉണ്ട്. പിന്നെ ഇവിടെ എടുക്കേണ്ട എല്ലാ വണ്ടിക്കും 2 വർഷം വാറന്റി. അതേമാതിരി വൈക്കൽ നിന്ന് കഴിഞ്ഞാല് വണ്ടി പോലെ തന്നെ ഒന്ന് കെട്ടിച്ച് കൊണ്ടുപോയിക്കാൻ റെഡി ആയി തരുന്നുണ്ട്. അങ്ങനെ കുറെ പരിപാടി ഉണ്ട്. അപ്പൊ നമ്മളെ കൂടുതലത് നമ്മുടെ പേര് വൈശാഖ് ആണല്ലേ. നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. സുഖല്ലേ? ഫസ്റ്റ് വീഡിയോ അല്ലേ? ഫസ്റ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മൾ വരുന്നത് കോഴിക്കോട് കണ്ണൂർ റോഡില് വെസ്റ്റിൽ അത്താണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോറൂം. പ്രോപ്പർ ലൊക്കേഷൻ നിയറസ്റ്റ് പറയുകയാണെങ്കിൽ സ്കോഡന്റെ ഷോറൂം, അതും അല്ലെങ്കിൽ BMW സർവീസ് സെന്റർ ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതും മനസ്സിലായിട്ടില്ലെങ്കിൽ പാസ്പോർട്ട് ഓഫീസ് അതിന്റെ 100 മീറ്റർ മുന്നോട്ട് വന്നതാണ്. പാസ്പോർട്ട് ഓഫീസിന്റെ ആ റോഡ് തന്നെ. അപ്പൊ അറിയാത്തവർക്ക് പാസ്പോർട്ട് ഓഫീസ് പറഞ്ഞാൽ മതി. അത് എല്ലാവർക്കും അറിയണ്ടോ. അപ്പൊ അവിടെയും കൂടെ വന്നാൽ പിന്നെ അതേമാതിരി നമ്മൾ ഗൂഗിളിൽ ഇപ്പോ കാർ ആൻഡ് ബൈക്കിന്റെ ലൊക്കേഷൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കാര്യങ്ങൾ ലൈവ് ആയിട്ടുണ്ടോ എല്ലാം ഉണ്ടാവും. അല്ലെങ്കിൽ കാലിക്കറ്റ് അടിച്ചാൽ ഗൂഗിളിൽ ലൊക്കേഷൻ എന്തായാലും കിട്ടുമല്ലോ അല്ലേ. അതേമാതിരി ഇവിടെ നല്ല ഓഫറുകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണോ? നമുക്ക് ഓരോ മാസം ഓരോ ഓഫറുകളാണ്. ഈ മാസം നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാല് ഒരു 1 ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ആണ്. എല്ലാ കസ്റ്റമേഴ്സും 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഡിസംബർ ഇയർ എൻഡ് സെയിലാണ്. ആ ഇയർ എൻഡ് സെയിലിന് 30-ാം തീയതി വരെ ഡെലിവറി എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഗോൾഡ് എടുക്കുന്ന ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്വർണ്ണ നാണയം ഉറപ്പായും കിട്ടും. പിന്നെ അത് കൂടാതെ വണ്ടിമ കയറ്റിക്കാണ്ട് കൊടുക്കണ്ട. അല്ല, അത് സെപ്പറേറ്റ് ഒരു മാസം കഴിഞ്ഞിട്ട് അവർക്ക് കൊറിയറായിട്ട് പോവാണ്. അങ്ങനെ പോവാണല്ലേ? പോസ്റ്റലായിട്ട് കൊറിയറായിട്ട് അവരുടെ അഡ്രസ്സിലേക്ക് പോവാണല്ലേ. അത് കൂടാതെ 5,500 രൂപന്റെ വില വരുന്ന ഒരു വെർത്ത് എന്ന് പറഞ്ഞ ജർമ്മൻ മെയ്ഡ് കമ്പനിന്റെ ഒരു പോളിഷിംഗ് ഉണ്ടാവും. വണ്ടിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ ആയിട്ട് അതും കൂടി ഇല്ല കൂടെ ഇത് കൊടുക്കും. അത് ഡിസംബർ ആയതുകൊണ്ടാണ്. ഡിസംബർ അല്ല, നമ്മൾ എല്ലാ മാസവും സ്കീം അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഈ മാസം സ്കീം ഈ 2 സ്കീമാണ് വരുന്നത്. അത് കൂടാതെ ക്രിസ്മസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ സ്കീമുകൾ അനൗൺസ് ചെയ്യും. അപ്പൊ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കൂപ്പണ് കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടി ഉണ്ടോ? നമ്മള് ഫ്യൂവൽ വൗച്ചർ കാര്യങ്ങളൊക്കെ ഓരോ മാസത്തെ ഓഫർ ആയിട്ടാണ് ചെയ്യുന്നത്. ചില ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഡിസംബർ ആയതുകൊണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു 1 വീക്കിനനുസരിച്ച് പല ഓഫറുകളും ചെയ്യും. പിന്നെ അതേമാതിരി ഇവിടെ വേറെ എന്തൊക്കെ ഗ്യാരണ്ടി വാറന്റി കൊടുക്കുന്ന വാറന്റി പറഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യയിൽ യൂസ്ഡ് കാറിന് 2 വർഷം വാറന്റി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ല. അത് നിങ്ങൾ ഈ കാറിലേക്ക് മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യയിലാട്ടാ ഞങ്ങൾ പറഞ്ഞത്, കേരളത്തിലല്ല. ഓൾ ഓവർ ഇന്ത്യയിൽ യൂസ്ഡ് കാറിന് 2 വർഷം കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ല. 2 വർഷം അല്ലെങ്കിൽ 25,000 കിലോമീറ്റർ അണ്ടർ വാറന്റിയിലാണ് നമുക്ക് വണ്ടി കൊടുക്കുന്നത്. പിന്നെ അത് കൂടാതെ 1 ഇയർ റോഡ് അസിസ്റ്റന്റ്. റോഡ് അസിസ്റ്റന്റ് മീൻസ് വണ്ടി എടുത്തിട്ട് എന്തെങ്കിലും ബ്രേക്ക് ഡൗണോ കാര്യങ്ങളാണെങ്കിൽ 50 കിലോമീറ്ററിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ നിയറസ്റ്റ് സർവീസ് സെന്ററിലേക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് എത്തിച്ചു. നിങ്ങൾ വന്ന് എടുത്താണ് നമ്മുടെ ടീം വരും. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ടീം ഉണ്ടാവും. അവർ ഫ്രീ ഓഫ് കോസ്റ്റ് വണ്ടി എടുത്തു തരും. അത് ഈവൻ പെട്രോൾ തീർന്നാൽ വരെ 5 ലിറ്റർ പെട്രോൾ വരെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയുണ്ട്. എല്ലാ സെറ്റപ്പും ചെയ്ത് കൊടുക്കണല്ലോ. അത് ആൾ ഇന്ത്യ ആണല്ലേ. ഓൾ ഓവർ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അവസാനം അവർക്ക് അവൈലബിൾ ആയിട്ട് കൊടുക്കുന്ന ഫെസിലിറ്റി ആണ്. അതാണ് മെയിൻ ആയിട്ടില്ലേ. ഇപ്പൊ എവിടെയുണ്ട്? ഇപ്പൊ കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, അതേപോലെ കൊച്ചി, എറണാകുളമൊക്കെ അല്ലേ. എല്ലാ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. എല്ലാ ഭാഗത്തും. ഇപ്പൊ ഏകദേശം എത്ര ഷോറൂമുകൾ ഉണ്ട്? നമുക്കിപ്പോ കണ്ണൂർ റണ്ണിംഗ് ആണ്. പിന്നെ എറണാകുളത്തുണ്ട്, തൃശ്ശൂർ ഓപ്പൺ ആയിട്ടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കോട്ടയത്തുണ്ട്. മലപ്പുറത്തൊക്കെ ഓപ്പൺ ആവാണ്ട് പാലക്കാടൊക്കെ ഓപ്പൺ ആയി വരുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. ഓപ്പൺ ആയി വരും. പിന്നെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തൊക്കെ ഉണ്ട്. പൂനെ, മഹാരാഷ്ട്ര, കർണാടക എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എത്ര വണ്ടികളുണ്ട് ഇവിടെ? നമുക്ക് ഇവിടുത്തെ ലൈവ് സ്റ്റോക്ക് പറഞ്ഞാൽ 178 വണ്ടി ഇപ്പൊ ലൈവ് സ്റ്റോക്ക് നിലവിലുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്കിപ്പോ യാർഡ് കൺജസ്റ്റർ ആണ്. വേറെ സ്ഥലത്തേക്ക് വണ്ടി കുറച്ചെണ്ണം മാറ്റിയിട്ടാണ്. അങ്ങനെ ഉണ്ടല്ലോ. എത്ര മുതൽ തുടങ്ങുന്നുണ്ട് വണ്ടി? നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് ഏകദേശം ഒരു 1 lakh റേഞ്ച് മുതൽ ഒരു 18 ലക്ഷം ആ റേഞ്ച് വരെയുള്ള വണ്ടികൾ നമുക്ക് ലൈവ് 1 lakh മുതലാണ് സ്റ്റാർട്ടിംഗ്. പിന്നെ ഈ മാരുതി 800 അങ്ങനത്തെ വണ്ടികളുണ്ട്. ഇന്നലെ രാത്രി 1 മണിക്ക് നിലമ്പൂരുള്ള കസ്റ്റമർ ഇവിടെ വന്ന് ബൈ ചാൻസിൽ കാലിക്കറ്റ് വന്നായിരുന്നു. അവര് വേറെ വണ്ടി നോക്കിയെന്ന് അവർക്ക് കിട്ടിയില്ല. 11:30 നമ്മളൊരു പോസ്റ്റ് കണ്ട് ആളിവിടെ വന്ന് നമ്മൾ 1 മണിക്ക് രാത്രി 1 മണിക്ക് ഡെലിവറി ഉണ്ട്. രാത്രി 1 മണിക്ക് അവരിവിടുന്ന് വണ്ടി എടുത്തിട്ടാണ് പോയത്. അവർ ഓൾറെഡി വേറെ വണ്ടി നോക്കി വന്നാണ്. ആ വണ്ടി ഇഷ്ടപ്പെടായിട്ട് രാത്രി നമ്മുടെ അടുത്ത് എത്തിപ്പെട്ടതാണ്. നമ്മൾ വിളിച്ചതാണ്. വിളിച്ചപ്പോ ആള് ഫോൺ എടുത്ത് അങ്ങനെ എന്തായാലും കൊടുത്തു. ആളുണ്ടായിരുന്നു ഇവിടെ 1 മണിക്ക് ഡെലിവറി നമ്മൾ കൊടുത്തല്ലോ അല്ലേ. ഒക്കെ വീഡിയോ കണ്ടാലോ? വീഡിയോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വരെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കാണാൻ മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ പറഞ്ഞത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം.
പക്ഷേ കേട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് തുടങ്ങണ്ടേ ഒരു നെക്സോണിന്റെ EV വണ്ടിയാണ്, ഇലക്ട്രിക് ആണല്ലേ. ഇത് വരുന്നത് 2020 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 65,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 67 റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നെക്സോണിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഫേസ് ലിഫ്റ്റ് പുതിയതായിട്ട് വരുന്നുണ്ട്. പക്ഷെ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് കസ്റ്റമേഴ്സിന്. പ്രൈം ആണ് വേരിയന്റ് വരുന്നത്. പ്രൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 300-320 റേഞ്ചിൽ കിലോമീറ്ററിൽ വൺ ടൈമിൽ ചാർജിങ് ഉണ്ടാവും. നമ്മളിവിടുന്ന് വേറെ കസ്റ്റമർക്ക് കൊടുത്ത അവരെ ഫീഡ്ബാക്ക് അനുസരിച്ച് 240 വരെ കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഒറ്റ ചാർജിൽ 240 വരെ കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഏകദേശം ലോൺ ഒരു 10 lakh റേഞ്ച് വരെ ലോണൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ 13.30 ചോദിക്കുന്നത്. ഒരു 3,30,000 രൂപ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. വണ്ടി ഇറക്കി കൊടുക്കാം. അണ്ടർ വാറണ്ടിയിലാണ്. ഇത് ഓൾമോസ്റ്റ് കമ്പനി വാറണ്ടി തന്നെ ഉണ്ടാവും. 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ബാറ്ററി വാറണ്ടി ഉള്ള വണ്ടിയാണ് കേട്ടോ. അതേമാതിരി തന്നെ ബലേന സെയിം സാധനം തന്നെ. ഗ്ലാൻസ് ആണ് ടൊയോട്ടന്റെ. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. 2020 മോഡലാണ് വണ്ടി വരുന്നത്. 80,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത്. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. പുതിയതിന് ഓൺ ദ റോഡ് വില 11,76,000 രൂപ വില ഉണ്ട്. നമ്മളെ വില വരുന്നത് 7,75,000. 7,75 കൊടുക്കാം. 2 കൊല്ലം വാറണ്ടി, 1 year റോഡ് അസിസ്റ്റന്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. 2 കൊല്ലം അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ അണ്ടർ വാറണ്ടിയിലുള്ള വണ്ടി. ലോണൊക്കെ എത്ര കയറും? ലോണ് നമുക്ക് ഏകദേശം ഒരു 6 lakhന്റെ റേഞ്ചിലേക്ക് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1,70,000 ആ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കും. വണ്ടി ഇറക്കല്ലേ? ഇതിപ്പോ ഡീസലിന്റെ ഫീൽ അല്ല, പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. എത്ര മൈലേജ് ഉണ്ട്? മൈലേജ് ഓട്ടോമാറ്റിക് വരുന്നതിനെ കൊണ്ട് 16-17 റേഞ്ചിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. മൈലേജ് പറയാലല്ലേ? 15-16 റേഞ്ചിലൊക്കെ എന്തായാലും കിട്ടും. പിന്നെ റീപ്ലേസ് കാര്യം ചോദിക്കണ്ടല്ലോ? ഇല്ല, റീപ്ലേസ് ഇതുണ്ട് കേട്ടോ. ബോണ്ട് റീപ്ലേസ് ഉണ്ട്. കാരണം മേജർ ആക്സിഡന്റ് അല്ല, നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി തന്നെയാണ്. സ്വിഫ്റ്റ് 2019 മോഡൽ ന്യൂ മോഡലിലേക്ക് ഇറങ്ങിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 40,000 കിലോമീറ്റർ. VXI ആണ് വണ്ടി വരുന്നത്. ഓൾമോസ്റ്റ് 6,20 റേഞ്ചിലാണ് നമ്മളെ റേറ്റ് വരുന്നത്. 2 year വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി. ഏകദേശം നമുക്കൊരു 60-70 രൂപ ഉണ്ടെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 70,000 വണ്ടി ഇറക്കി കൊടുക്കാം. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 45,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഹിസ്റ്ററൊക്കെ അവൈലബിൾ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് എത്ര മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോൾ? ന്യൂ മോഡൽ സ്വിഫ്റ്റ് ആകുമ്പോൾ എന്തായാലും 24 ഒക്കെ കമ്പനി പറയുന്നുണ്ട്. ഏകദേശം നമുക്ക് 20 ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും മെയിനായിട്ട് പറയാലോ? 20 ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. വേറെ എടുക്കുന്ന വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ നമുക്ക് വാറണ്ടിയിൽ കൊടുക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയായിരിക്കും. മേജർ ആയിട്ടുള്ള ഫ്ലഡ് എഫക്റ്റഡ് വണ്ടി, കിലോമീറ്റർ റൊട്ടേഷനുള്ള വണ്ടി, അങ്ങനത്തെ വണ്ടിയൊന്നും കൊടുക്കൂല. കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയും. പിന്നെ പഞ്ചിങ്, പേസ്റ്റിംഗ് ഇതൊക്കെ പോയ വണ്ടികൾക്കാണ് നമുക്ക് വാറണ്ടി കിട്ടാതെ വരും. പിന്നെ എന്തെങ്കിലും റീസൺസ് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് 7 ദിവസം കൊണ്ട് കസ്റ്റമർക്ക് എന്തെങ്കിലും വണ്ടി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാഷ് റീഫണ്ടബിൾ ആണ്. 7 days റിട്ടേൺ പോളിസി ഉള്ളത്. അതേപോലെ വീണ്ടും ഗ്ലാൻസ് അല്ല, യാരിസ് ആണ് വരുന്നത്. ഇത് വളരെ റെയർ ആയിട്ട് കാണുന്നതാണ്. ടൊയോട്ടന്റെ യാരിസിൽ CVT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കലി CVT ഗിയർ ബോക്സ് വരുന്നത്. ഇത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 4 door പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡുവൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ. അലോവീസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. കിലോമീറ്റർ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2018 മോഡൽ. പെട്രോൾ എഞ്ചിൻ കേട്ടോ. പെട്രോൾ ആണല്ലേ? പെട്രോൾ എഞ്ചിൻ. എത്ര മൈലേജ് ഉണ്ട് പെട്രോൾ ആകുമ്പോൾ? ഇതൊക്കെ ഒരു 12-14 റേഞ്ചിൽ മൈലേജ് എക്സ്പെക്ട് ചെയ്താൽ മതി. യാരിസ് CVT ഗിയർ ബോക്സിന് അത്ര നമ്മൾ മൈലേജ് പറയുന്നുള്ളൂ. പിന്നെ എന്താ പറഞ്ഞാൽ ഗിയർ ലാഗിങ്, കാറ്റിന്റെ മുകളിൽ വണ്ടി ബാക്കോട്ട് വയ്ക്കുന്ന അങ്ങനത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഒന്നും പേടിക്കണ്ട. ബാക്ക് ഇറങ്ങൂല. പുതിയ ഏകദേശം 16 ലക്ഷം റുപ്യന്റെ മുകളിൽ വില ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 7,65,000 ആണ് ചോദിക്കുന്നത്. ലോണൊക്കെ എത്ര കയറും? അല്ല, സോറി, 7,65,000 അല്ല, 8,25,000. പ്രൈസ് മാറിപ്പോയതാണ്. 8,25,000. ലോണൊക്കെ എത്ര കയറും? നമുക്ക് ഏകദേശം ഒരു 7 lakhന്റെ റേഞ്ചിലൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം 1.5 റേഞ്ചിൽ നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ 1.5 റേഞ്ചിൽ നമുക്ക് വണ്ടി ഇറക്കി മാക്സിമം ലോൺ കയറും. അടുത്ത വണ്ടി അടുത്ത ഒരു സെഡാൻ ടൈപ്പ് വണ്ടിയാണ്. ഇപ്പം ബ്രാൻഡ് ഡിസ്കണ്ടിന്യൂഡ് ആണ്. 2017 മോഡല് സ്കോഡ റാപ്പിഡ് ആണ് വരുന്നത്. 1.5 ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. ഏകദേശം നമുക്കൊരു 17-18 റേഞ്ചിൽ മൈലേജ് എക്സ്പെക്ട് ചെയ്യുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 70,000 കിലോമീറ്റർ ഓടിക്കണ്ടല്ലേ? 70,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഇഷ്ടമുള്ള വണ്ടി. നമുക്ക് 2 കൊല്ലം വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന സർട്ടിഫൈഡ് വണ്ടിയാണ് വരുന്നത്. എത്ര നമ്മൾ ചോദിക്കുന്നതായിട്ട്? ഇത് നമുക്ക് 7,60 കൊടുക്കാം. ഇത് ഓൾമോസ്റ്റ് ആ ഒരു ടൈമിൽ ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ പറയാം. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അലോയ് വീൽസ്, എയർ ബാഗ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും.
ഇത് നമ്മള് പറയുന്ന റേറ്റുകളൊക്കെ എന്തായാലും നെഗോഷ്യബിൾ അല്ലേ? റേറ്റ് നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? സെറ്റിംഗിൽ വന്ന് ഇരിക്കുമ്പോൾ നമുക്ക് എന്തായാലും റേറ്റ് നെഗോസിയേഷൻ ഉണ്ടാവും. നമ്മുടെ ഓഫർ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫിനാൻസ് നമുക്ക് ഒരു 5 lakh വരെ ചെയ്ത് കൊടുക്കാം. 2 lakhന്റെ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ IP ഉണ്ടെങ്കിൽ ഇറക്കി വണ്ടി ഇറക്കാം അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി അടുത്ത കുറച്ച് ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് ഡീസലില് ഡീസലില് 6 എയർ ബാഗ് കാര്യങ്ങള് അലോവീൽസ് എല്ലാം വരുന്നതാണ്. ഇതിലാകെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയ വണ്ടിയാണ്. 21 മോഡലാണ് വണ്ടി വരുന്നത്. 2021 മോഡൽ 60,000 കിലോമീറ്റർ ഓടിയ എക്സസ് എന്ന പേരിലാണ് വരുന്നത്. സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സൺറൂഫ് ഒക്കെ എല്ലാം ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇറങ്ങുന്ന സമയത്ത് വണ്ടി ഓൾമോസ്റ്റ് 2021 സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് 20 ലക്ഷം റുപ്യന്റെ റേഞ്ചിലായിട്ട് വണ്ടിക്ക് വില ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 12,80,000. 12,80,000 വിത്ത് 2 year വാറന്റി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ വരണയൊക്കെ ഓടിച്ച ആളുകൾക്ക് അതിന്റെ ഒരു കംഫർട്ട് കാര്യങ്ങൾ വളരെ നന്നായിട്ട് തന്നെ അറിയാൻ കഴിയുമല്ലോ. ഇത് എത്ര നമ്മൾ ചോദിക്കുന്ന റേറ്റ് ആണ്? 12,80,000 റുപ്യാണ് നമ്മൾ. ലോൺ കാര്യങ്ങളൊക്കെ എത്ര? നമുക്ക് ഏകദേശം ഞാൻ പറഞ്ഞ 10 lakhന്റെ റേഞ്ച് വരെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു മാക്സിമം ലോൺ 2,90,3 രൂപേന്റെ അടുത്ത് കയറ്റി ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി കിട്ടും. ഡീസൽ എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഒരു 15 റേഞ്ചിലൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് വണ്ടി ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഭയങ്കര കംഫർട്ട് ആയിരിക്കും. 1.6 എഞ്ചിനാണ് പവർ വരുന്നത് കാര്യങ്ങളൊക്കെ ആയിട്ട്. അടുത്തതും ഡീസലിൽ ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് ഹോണ്ട അമേസിന്റെ CVT ഗിയർ ബോക്സിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. വളരെ റെയർ ആയിട്ട് കിട്ടാത്ത ഇപ്പോഴത്തെ മാർക്കറ്റിൽ കിട്ടാൻ ടൈറ്റുള്ള വണ്ടിയാണ്. 20-25 റേഞ്ചിൽ കമ്പനി മൈലേജ് പറയുന്ന വണ്ടിയാണ്. ഹോണ്ടന്റെ വണ്ടി ആണെങ്കിൽ തന്നെ കറക്റ്റ് സർവീസ് ചെയ്ത് പോയാൽ മതി, വേറെ ഒന്നും നോക്കാനില്ല. കിലോമീറ്റർ ഓടിയത് 82 ഓടിയിട്ടുണ്ട്. കറക്റ്റ് ഷോറൂം സർവീസ് ആണ്. അണ്ടർ വാറന്റിയിലുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്ന വണ്ടിക്ക്? ഇത് നമ്മൾ ചോദിക്കുന്നത് 8,85,000 വരും. 8,85,000. ഇത് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 13 ലക്ഷം റുപ്യന്റെ റേഞ്ചിൽ വില ഉണ്ട്. ആണ് വേരിയന്റ് വരുന്നത്. അതായത് VX ആണ് ഇതിന്റെ ഫുള്ള് വരുന്നത്. പിന്നെ ഇപ്പൊ ഇറങ്ങുന്നതിൽ VX-ഉം S-ഉം മാത്രമേ ഉള്ളൂ. V എന്ന് പറഞ്ഞ വേരിയന്റ് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തു. മിഡിൽ ഓപ്ഷൻ വണ്ടി തന്നെ പറയാം. പക്ഷെ ഇതിൽ പറഞ്ഞാൽ VX ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ക്യാമറ ഉള്ള ഒരു സാധനം മാത്രമേ കമ്പാരിറ്റീവ്ലി വ്യത്യാസം വരുന്നുള്ളൂ, ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ടാവും. സെയിം ഫീച്ചർ. ഓട്ടോമാറ്റിക് കൂടി ആവുമ്പോൾ എത്ര ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കണം? ഇത് നമുക്കൊരു 2 lakh റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കും. മൈലേജ് എത്ര കിട്ടും? മൈലേജ് 25 റേഞ്ച് കമ്പനി പറയുന്നുണ്ട്. 20 റേഞ്ച് നമുക്ക് എന്തായാലും എക്സ്പെക്ട് മൈലേജ് കിട്ടും ചെയ്യുമല്ലോ. എക്സ്പ്രോസോ ഇപ്പൊ വന്ന് കയറി വണ്ടി കേട്ടോ. ഫ്രഷും കൂടെ കയറിയിട്ടേ ഉള്ളൂ. എന്താ പറഞ്ഞാൽ ഈ ഒരു സാധനം അന്നത്തെ മാർക്കറ്റിൽ ഭയങ്കര ക്ലിക്ക് അല്ലെങ്കിലും ഇപ്പം ഭയങ്കര ഡിമാൻഡാണ്. 2018 മോഡലില് ആൽഫയാണ് വരുന്നത് വേരിയന്റ്. ഫുൾ ഓപ്ഷൻ വണ്ടി 1.5 ഡീസൽ എഞ്ചിനാണ്. ഇതും ഈ പറഞ്ഞ മാതിരി തന്നെ മാരുതി 23 to 25 റേഞ്ചിൽ മൈലേജ് പറയുന്ന വണ്ടിയാണ്. ഇതിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ബാക്ക് ടയർ കുറച്ച് കുറവുണ്ട്. നമുക്ക് എന്തെങ്കിലും വില സംസാരിക്കുമ്പോൾ നോക്കി ചെയ്ത് കൊടുക്കാം. മാക്സിമം കുറച്ച് അന്ന് ഇറങ്ങുന്ന സമയത്ത് 13-14 ലക്ഷം രൂപന്റെ റേഞ്ചിൽ വണ്ടിക്ക് വില ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 8,50,000 ആണ് ചോദിക്കുന്നത്. 8 ലക്ഷം റുപ്യക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 60,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. ഡീസൽ 20-24 റേഞ്ചിൽ എന്തായാലും മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫുൾ ഓപ്ഷൻ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടോ? എയർ ബാഗ്, അലോവീൽസ്, ക്യാമറ കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇതൊക്കെ നമുക്ക് 2.5 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കും. മാക്സിമം പറയുന്നത് 2.5 പറയുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ച് മാക്സിമം പറയാണ്. കുറഞ്ഞ പൈസക്ക് ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം. ട്രാക്ക് കാര്യങ്ങളൊക്കെ നോക്കി പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് ഡൗൺ പേയ്മെന്റ് ചിലപ്പോൾ 1 lakh ഇറക്കി കൊടുക്കാൻ പറ്റും. പക്ഷെ ആളെ ട്രാക്ക് നോക്കണം. മാക്സിമം ആണ് ഞാൻ പറയുന്നത്. 2.5 മിനിമം കൺട്രോൾ ചെയ്ത് നല്ല ഒരു കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിലൊന്നും പോരാ നോർമൽ ലെവലിൽ ചെയ്യാനുള്ളത് എന്തൊക്കെ ഇതിന് പേപ്പറുകൾ വേണ്ടി വരിക? ഒരാളെ പേരിൽ ലോൺ ചെയ്യുകയാണെങ്കിൽ അവരെ 6 മാസം ബാങ്കിന് സ്റ്റേറ്റ്മെന്റ് വേണം. ആധാർ കാർഡിന്റെ കോപ്പി, പാൻ കാർഡിന്റെ കോപ്പി, 4 ചെക്ക് ലീഫ്, പിന്നെ വീടിന്റെ നികുതി അടച്ചതിന്റെ കോപ്പി. ആ നികുതി ഉള്ള ആളെ പേര് ഒന്ന് ഗ്യാരണ്ടറായി നിൽക്കണം. ഇത് നോർമലി എല്ലാ ബാങ്കും ചോദിക്കുന്നതാണ്. പിന്നെ നല്ല ട്രാക്ക് ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഡോക്യുമെന്റേഷൻ വളരെ കുറവ് മതി. നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെന്റും മാത്രം വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടി ഇഗ്നിസ് ബ്ലൂ കളർ. ഇഗ്നിസ് മാരുതിയിൽ പണ്ട് റിക്സിന്റെ ഒരു മാർക്കറ്റ് പോലെ ഇപ്പൊ മാർക്കറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനം. മാരുതിയിൽ പണ്ട് റിക്സ് ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ആളുകൾ നെഗറ്റീവായി, പിന്നെ ഭയങ്കര കത്തിക്കേരും. അതേ ലെവലിൽ പോകുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഭയങ്കര മൂവിംഗ് ഉള്ള സാധനമാണ് നെക്സാ കാറ്റഗറിയിൽ. 2017 മോഡലാണ് ഇത് വരുന്നത്. സീറ്റ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 16,000 കിലോമീറ്റർ വണ്ടി. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് നമുക്ക് ഫുൾ ഓപ്ഷൻ തന്നെ പറയാം. ആൽഫയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ.
ഇപ്പോഴത്തെ വണ്ടികൾക്കൊക്കെ ഓൾമോസ്റ്റ് ഒരു 7 lakhന്റെ മുകളിൽ വില. നമ്മൾ ഇതിന് ആസ്കിങ് 5,20,000 ചോദിക്കുന്നത്. അത് ലോ കിലോമീറ്റർ വണ്ടി വിത്ത് 2 year വാറണ്ടിയിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് പെട്രോൾ മാത്രം പെട്രോൾ എഞ്ചിനിൽ നമുക്ക് ഒരു 16-17 റേഞ്ചിൽ എന്തായാലും മൈലേജ് വയ്ക്കാം. ഇതൊക്കെ പറഞ്ഞാൽ മൈലേജിനെക്കാളും കൂടുതൽ ആള് ടെസ്റ്റ് ഡ്രൈവ് എടുത്താൽ ഈ വണ്ടി ഭയങ്കര കംഫർട്ട് ആയിരിക്കും. വണ്ടി സ്റ്റാർട്ടിങ് പോലുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ എല്ലാ ഒരു ഫീച്ചേഴ്സ് ആയിട്ടുണ്ടല്ലോ. അടുത്ത വണ്ടി ന്യൂ മോഡൽ സ്വിഫ്റ്റ്. അടുത്ത നമുക്ക് വരുന്ന സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. 2020 മോഡൽ 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, പുതിയ സ്റ്റോക്കാണ് വന്നത്. പുതിയതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 2 ലക്ഷം റുപ്യ അടുത്ത് റിപ്ലേസിയേഷൻ ഉണ്ടാവും. ഇതിന് 9 ലക്ഷം റുപ്യ റേഞ്ചിൽ വരണ്ട്. നമ്മുടെ ഏകദേശം ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 7,20,000. നമുക്കൊരു 1.5 രൂപ IP ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക് സ്വിഫ്റ്റും മറ്റേ മാനുവലും തമ്മിൽ മൈലേജിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 20-24 റേഞ്ചിൽ സെയിം പറയുന്നത്. ഓട്ടോമാറ്റിക്കലും മാനുവലും ഒരു വ്യത്യാസവും കാരണം ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെ, ഒരു വ്യത്യാസമല്ല. കൂടുതൽ എനിക്ക് തോന്നുന്നു ഒന്നൊരു കമ്പാരിറ്റീവ്ലി കൂടുതൽ ഓട്ടോമാറ്റിക് ആണ് പറയുന്നത്. അടുത്തത് വീണ്ടും ഓൾഡ് മോഡൽ ബിൽഡ് ക്വാളിറ്റിനെ കൊണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട വണ്ടിയാണ്. എൻക്വയറി ഉള്ളതാണ്. ആ പുതിയതിനെക്കാട്ടും കൂടുതൽ എൻക്വയറി വരുന്ന ഈ ഓൾഡ് ടൈപ്പിലാണ്. ഓൾഡ് ടൈപ്പ് സ്വിഫ്റ്റ് വാഗണറൊക്കെ അന്ന് ഇറങ്ങിയതിനെക്കാട്ടും വിലക്കാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. 2016 വണ്ടിയാണ്. VXA ആണ് മിഡിൽ ഓപ്ഷൻ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിലാണ്. കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷെ വർത്ത് പ്രോപ്പർ സർവീസ് കാര്യങ്ങളുള്ള വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 1 year വാറന്റി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 16 വണ്ടിയെ കൊണ്ട് 1 year ആകുമ്പോൾ വാറന്റി കൊടുക്കാൻ പറ്റുള്ളൂ. 1 year എഞ്ചിനും ഗിയർ ബോക്സും വാറന്റി ഉണ്ടാവും. ഇത് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് 4,35,000 ആണ് ചോദിക്കുന്നത്. എന്തായാലും നെഗോഷ്യബിൾ ഉണ്ടാവും. 4,35,000 നമുക്ക് ഏകദേശം 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. വണ്ടി ഇറക്കി കൊടുക്കാം. 1 year വാറന്റി ഉണ്ടാവും. പിന്നെ ഗോൾഡ് കോയിന്റെ സ്കീം ഉണ്ടാവും, പോളിസിംഗ് ഉണ്ടാവും, എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏത് വണ്ടി എടുത്താലും ഗോൾഡ് കിട്ടൂലേ? അത്ര ഗ്യാരണ്ടി ആണല്ലേ? എത്ര മൈലേജ് കിട്ടുണ്ടോ? മൈലേജ് 16-17 റേഞ്ചിലൊക്കെ ഓൾഡ് ടൈപ്പ് വണ്ടിക്ക് എന്തായാലും ഇത് പെട്രോൾ ആട്ടോ വരുന്നത്. പെട്രോൾ 15 റേഞ്ചിൽ കിട്ടുമല്ലോ അല്ലേ? വീണ്ടും ടാറ്റന്റെ വണ്ടികൾ പറയുമ്പോൾ പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡന്റ് ആണ്. വേറെ ഒന്നുമല്ല, അത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് 5 star ഗോവർ റേറ്റിംഗിലൊക്കെ കിട്ടിയ വണ്ടികളാണ് കൂടുതൽ. ട്രെയിൻ അടിച്ചപ്പോഴൊന്നും പറ്റില്ല. ടിയാഗോ ആണെങ്കിൽ 4 star റേറ്റിംഗ് ആണ് വരുന്നത്. നെക്സോൺ ഒക്കെ വരുമ്പോൾ 5 star റേറ്റിംഗിലേക്ക് വരുന്നുണ്ടല്ലോ. അത്രയും സേഫ്റ്റി ആണ് വണ്ടിക്ക്. 2020 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. XZ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഡുവൽ എയർ ബാഗ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ക്യാമറ, അലോ വീൽസ്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. പുതിയ ഏകദേശം 8 ലക്ഷത്തിന്റെ മുകളിൽ പ്രൈസ് വരുന്ന വണ്ടിയാണ്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 5,95,000 രൂപയാണ്. നമുക്ക് ഏകദേശം ഒരു 1 lakh IP ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം കേട്ടോ. 5 lakh വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഫ്യൂല് പെട്രോളിൽ 1.2 എഞ്ചിനാണ് വരുന്നത്. 3 cylinder ആണ് വരിക. ടിയാഗോ എല്ലാം 3 cylinder ആണ് വരുന്നത്. മൈലേജ് കുറച്ച് കൂടുതലുണ്ടാവും. 16 ആ റേഞ്ചിലൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി ടിയാഗോ. പിന്നെ അത്യാവശ്യം നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലോ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി 2 year വാറന്റി കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത വണ്ടി ഐറ്റനില് നിയോസ് ആണ് വരുന്നത്. നിയോസ് പറഞ്ഞാല് ഇവിടെ ഗ്രാൻഡ് ഐറ്റം മാറിയിട്ട് ന്യൂ മോഡലിലേക്ക് വരുന്ന സാധനം. ഏകദേശം ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. AMT ആണ് വേരിയന്റ് വരുന്നത്. പണ്ടുള്ള ഐറ്റം ഒക്കെ വരുന്നത് AT ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. പക്ഷെ അത് AMT വേരിയന്റിലേക്ക് വരും. അതായത് മൈലേജ് കൂടാൻ വേണ്ടിയിട്ട് ഹുണ്ടായിന്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് വന്ന വണ്ടിയാണ്. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. എല്ലാ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അലോ വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആകെയുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ സീറ്റ് കവർ, ഇൻഫോർടൈൻമെന്റിൽ തന്നെ ക്യാമറ ഇല്ലാത്ത ഫീച്ചേഴ്സ്, അങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങളെ വരുന്നുള്ളൂ. 24,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ. ഒരു 14 to 15 റേഞ്ചിൽ നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. പെട്രോൾ റേഞ്ച് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഡിക്കി ഗ്ലാസും റീപ്ലേസ് ഉണ്ട്. അല്ല, ഫ്രണ്ട് ഗ്ലാസ് അല്ല, ഫ്രണ്ട് ബോണ്ടും ബാക്ക് ഡിക്കി ഗ്ലാസും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പക്ഷെ നമ്മൾ അണ്ടർ വാറന്റി കവറേജ് ആയിട്ടുള്ള വണ്ടിയാണ് വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങള് ഈ ഒരു സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രൈസ് വരുന്നത് 6,50,000 ആണ് വരുന്നത്. എന്തായാലും ഏകദേശം ഒരു 1 lakh ഉണ്ടെങ്കിൽ ഇത് ഇറക്കി കൊടുക്കാം. ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കും. ഫുൾ ഗ്യാരണ്ടി ഗോൾഡ് കോയിൻ വരെ ഗോൾഡ് കോയിൻ എല്ലാം അടക്കം കിട്ടുമല്ലോ. അടുത്ത തന്നെ ക്ലൈംബറിൽ 1 liter ഓപ്ഷണൽ എന്ന് പറയും. അതായത് ടോപ്പ് വേരിയന്റ് ആയിട്ട് വരും. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ABS,
പിന്നെ 4 ഡോർ പവർ വിൻഡോ, പിന്നെ ക്ലൈംബറിന്റെ ആയിട്ടുള്ള കുറച്ച് ലിമിറ്റഡ് എഡിഷൻ സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 19,000 കിലോമീറ്റർ 2020 മോഡലാണ് വരുന്നത്. 20 മോഡലാണ്. AMT വേരിയന്റ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഏകദേശം ഒരു 16-17 റേഞ്ചിൽ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. പുതിയതിന് ഓൺ ദ റോഡ് പ്രൈസ് 7,40,000 രൂപ ഉണ്ട്. ഡിസംബർ മാസമാണ്. അടുത്ത മാസം വീണ്ടും പ്രൈസ് കൂടാൻ പോകുന്ന വണ്ടികളാണ്. നമ്മൾ ചോദിക്കുന്ന 5,40,000 ആണ്. ഓൾറെഡി 2 ലക്ഷം രൂപ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. പിന്നെ വന്ന് സംസാരിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം പറ്റി കൊടുക്കും. ഇതിന് സ്വർണ്ണ എല്ലാത്തിനും സ്വർണ്ണ ഏത് വണ്ടി ഈ മാസം സ്വർണ്ണമാണ്. അടുത്ത വണ്ടി ബ്രസല്ലേ, റെഡ് കളറ്. എന്നും പ്രിയങ്കരനായിട്ടുള്ള ഒരു വണ്ടിയാണ് മാരുതിയിൽ. അത്രയും വിറ്റഴിഞ്ഞ വണ്ടി. പെട്രോൾ അല്ല കേട്ടോ, ഡീസലാണ്. ഡീസലാണ് വിറ്റഴിഞ്ഞ് പോയ വണ്ടി. 2019 നിർത്തുന്ന സമയത്ത് ഇറങ്ങിയ ലാസ്റ്റ് വേരിയന്റ് വണ്ടിയാണ് ഡീസലിൽ VDI മിഡിൽ ഓപ്ഷൻ വണ്ടി. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ മിഡിൽ ഓപ്ഷൻ വണ്ടി. ഓൾമോസ്റ്റ് എല്ലാം വെൽ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 2 ഇയർ നമ്മളെ വാറന്റി കൊടുക്കാൻ പറ്റുന്ന വണ്ടി. ഒരു 1 lakh കിലോമീറ്ററിന്റെ മുകളിലേക്ക് എന്തായാലും ഓടിയാലും ഒരു മെയിൻ്റെനൻസും വരാത്ത വണ്ടിയാണ്. പിന്നെ വരികയാണെങ്കിൽ ഒരു ഡയമണ്ട് ചെയിന്റെ പണി ഉണ്ടാവും. അത് നമ്മൾ ക്ലിയർ ചെയ്താൽ മതി. വേറെ ഒരു വിഷയങ്ങളും ഇല്ല. നമ്മള് പ്രൈസ് ചോദിക്കുന്നത് 9,40,000 ആണ് ചോദിക്കുന്നത്. കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും. ആ കൂടുതലായ വേറെ ഒന്നും കൊണ്ടല്ല, ഡീസൽ വണ്ടികൾക്ക് ഇന്നത്തെ മാർക്കറ്റിൽ വെച്ചിട്ട് നല്ല വിലയാണ്. നല്ല വില. ഒരു വാറന്റി ഇല്ലാതെ ഔട്ട്സൈഡ് ഡീലർമാർ വരെ നമ്മളെക്കാട്ട് പ്രൈസ് ചോദിക്കുന്നുണ്ട്. വണ്ടി കിട്ടാത്തതിനെ കൊണ്ടാണ്. ഇതേ ലെവലിൽ തന്നെ കസ്റ്റമറും ബാർഗെയിൻ ചെയ്തിട്ടുണ്ട് നമ്മളോട്. കുറഞ്ഞ കിലോമീറ്റർ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തൊരു വണ്ടിയാണ്. പിന്നെ കോമ്പറ്റീഷൻ ഫീൽഡ് ഉണ്ടാകുമല്ലോ ഡീലർഷിപ്പ് ഒക്കെ ആയിട്ട്. വാറന്റി ഗ്യാരണ്ടി ഒക്കെ ഉണ്ടല്ലോ. 2 കൊല്ലം നമുക്ക് വാറന്റി കൊടുക്കാം. റോഡ് അസിസ്റ്റന്റ് കൊടുക്കാം. പിന്നെ ഏകദേശം ഒരു 2 lakh റേഞ്ചിൽ IP ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുമല്ലോ. എല്ലാം കൊണ്ട് ഓഫറുള്ളത്. അടുത്ത വണ്ടി i20 വരുന്നത് മാഗ്ന വേരിയന്റ് ആണ്. ഏകദേശം നമുക്ക് മിഡിൽ ഓപ്ഷൻ വണ്ടി തന്നെ പറയാം. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. 2018 മോഡല് സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പിൽ 29,000 കിലോമീറ്റർ വണ്ടി. 29,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇൻഫോർടൈൻമെന്റ് കാര്യങ്ങളും സിസ്റ്റങ്ങളും എല്ലാം ഉണ്ടാവും. പിന്നെ സിംഗിൾ എയർ ബാഗും ഉണ്ടാവും. ടയർ ഓൾമോസ്റ്റ് ഫ്രണ്ടിൽ നല്ല ടയറാണ്. ബാക്കിലത്തെ കുറച്ച് കുറവുണ്ട്. നമുക്ക് ഏകദേശം ഒരു മൈലേജ് ഒരു 15 റേഞ്ചിലൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പെട്രോൾ 15 റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്താൽ മതി. അതിന്റെ ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ കുറച്ചൊരു കൂടുതലുണ്ടാവും. നമ്മുടെ പ്രൈസ് വന്നിട്ട് 5,60,000 ആണ് ചോദിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 4,60 റേഞ്ചിലൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കുറച്ച് പെയിന്റിംഗ് അവിടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ടച്ചിങ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുന്ന വണ്ടി. വാറന്റി കൊടുക്കാൻ പറ്റും. നമ്മൾ വാറന്റി ബോഡി പാർട്സിനോ അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും അല്ല നോക്കുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ട് മെക്കാനിക്കല് വണ്ടിക്ക് എന്തെങ്കിലും ഭാവിയിൽ വിൽക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടോ, ഒരാൾ വിൽക്കുമ്പോ ഈ ആപ്രോൺ ചേസ് ഒക്കെ പോയ വണ്ടി ആണെങ്കിൽ ഇതേ വില ഉണ്ടാവില്ല. അങ്ങനത്തെ വണ്ടികൾ കൊടുക്കില്ല. ബാക്കി സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഒരു യൂസ്ഡ് കാറാണ് നമ്മൾ എടുക്കുന്നത്. ഒരു 5 രൂപയുടെ മെയിൻ്റെനൻസ് നമ്മൾ എന്തായാലും കാണും. അടുത്ത പിന്നെ എക്കോ സ്പോർട്ട് ആണല്ലേ. എക്കോ സ്പോർട്ട് വരുന്നത് പെട്രോളില് 1 lakh കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2017 മോഡലാണ്. 5,30,000 ആണ് നമ്മൾ പ്രൈസ് വരുന്നത്. 5,30,000 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ടൈറ്റാനിയം ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. പിന്നെ വേണമെങ്കിൽ ഉണ്ടായാലൊരു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടൈറ്റാനിയം ആണ് വരുന്നത്. ഡൗൺ പേയ്മെന്റ് 1 lakh 1 lakh മതിയാവില്ല. ഫോണിന്റെ വണ്ടികൾക്ക് 70% നമുക്ക് ഫണ്ടിങ് ഉണ്ടോ. ഏകദേശം 1.5 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ട്. മാക്സിമം ഡീസലിന് കുറച്ച് മൈലേജ് കിട്ടും. 20+ ഒക്കെ കിട്ടും. പെട്രോൾ അതിനെ കൊണ്ട് ഒരു 12-15 റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്താൽ മതി. പെട്രോൾ എഞ്ചിൻ 15 ലെവൽ കിട്ടുമല്ലോ. വീണ്ടും ഒരു ബ്രസമാരി അർബൻ ക്രൂയിസർ അല്ലേ. സെയിം സാധനം തന്നെ. 2 എംബ്ലം മാത്രം മാറിയെന്നുള്ളൂ. മുന്നിൽ ഒന്ന് മാരുതി ആയി, ഒന്ന് ടൊയോട്ട. അത്രേ ഉള്ളൂ. ബാക്കിയല്ല ഇതിന്റെ ഫിൽറ്റർ വരെ മാരുതിന്റെ ഫിൽറ്റർ വരെയാണ് ഉപയോഗിക്കുന്ന സാധനമാണ്. ആ ഒരു കോവിഡിന്റെ സമയത്ത് ടൊയോട്ടയും മാരുതിയും കൂടി ടൈപ്പ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ ലോഞ്ച് ചെയ്ത വണ്ടിയാണ് ഈ അർബൻ ക്രൂയിസർ എന്ന് പറയുന്നത്. ഏകദേശം ഇത് 1.5 പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 40,000 കിലോമീറ്റർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടൊയോട്ടന്റെ ഒരു സർവീസ് കുറച്ചുകൂടി മാരുതിനെക്കാട്ടും കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷെ ആ ഒരു ബ്രാൻഡിന്റെ ഒരു ഗുണം ഇതിനുണ്ട്. ഡ്രൈവും കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും. സെയിം സാധനം തന്നെ. എല്ലാ ഓപ്ഷനും ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ നമുക്ക് പറയാം. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, അലോ വീൽസ്, എയർ ബാഗ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ക്യാമറ, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. നമ്മളെ പ്രൈസ് വന്നിട്ട് 9,80,000 ആണ് നമ്മൾ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഗോൾഡ് ലോൺ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഒരു 3 lakh റേഞ്ചിൽ
ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലോൺ IP ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. മാക്സിമം ഒരു 6 ലക്ഷം റുപ്യൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഫുൾ ലോൺ വണ്ടികളുണ്ടോ? ഫുൾ ലോൺ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടല്ല, ഫുൾ ലോൺ എല്ലാ സ്ഥലത്തും ഈ ലോക്കൽ ഡീലേഴ്സ് ചെയ്യും. കൊടുക്കുന്നുണ്ട്. അത് ഏതെങ്കിലും കാലത്ത് ഒരാൾക്ക് അത് വിൽക്കണം എന്ന് തോന്നുമ്പോൾ അതിന് ലോൺ അത്രയും പിന്നെ അടച്ചു തീരാൻ ബാക്കിയായിരിക്കും. ഈ ഫുൾ ലോൺ ഇട്ടിട്ടും അയാൾ പിന്നെ ആ വണ്ടിക്കും വില കിട്ടൂല, ആള് പിന്നെ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ മാക്സിമം ഒരു 80% നമ്മൾ ലോൺ കൊടുക്കും. മാക്സിമം 80%. അത് ആ ഒരു വാല്യൂ കാണിച്ചിട്ട് നമുക്ക് ഡീലർഷിപ്പിന്റേതായുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എത്ര മൈലേജ് ഇട്ടുണ്ട്? ഇതൊരു 15 ആ റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജ്. പെട്രോൾ ആ ലെവലിൽ. അടുത്ത വാഗണർ അല്ലേ? വാഗണറിൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടി വാഗണർ തപ്പുന്നവർക്ക് നോക്കാം. 2018 മോഡൽ 47 സിംഗിൾ ഓണർ വണ്ടിയാണ്. 470 കൊടുക്കാം. പഞ്ച് ക്രിയേറ്റീവ് ഡുവൽ ടോൺ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ അത് കൊടുക്കാം. ഫുൾ ഓപ്ഷൻ വേണ്ടി 2021 മോഡൽ. ഇത് നമുക്കൊരു 760 റേഞ്ചിൽ ഇത് കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കാം. സ്കോഡന്റെ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് എടുക്കുന്ന ആള് ഫസ്റ്റ് ഓണർ ആയിരിക്കും. രജിസ്റ്റർ ചെയ്യാത്ത വണ്ടിയാണ്, നോൺ രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഡെമോ എന്ന് പറഞ്ഞുകൂടാ, നമുക്ക് മീഡിയ പെർസെന്റേഷൻ ഷോറൂം ഇവിടെ ഉണ്ട്. അവിടെ തന്നെ നമ്മൾ കൂടെ എടുത്ത വണ്ടിയാണ്. അവിടെ മീഡിയ പെർസെന്റേഷൻ ഉപയോഗിച്ച കേരളത്തിലും മീഡിയന്റെ പെർസെന്റേഷനിൽ അവരെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച വണ്ടിയാണ്. 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നിലവിൽ അണ്ടറിൽ സ്കോഡന്റെ വാറണ്ടിയിൽ വരുന്ന വണ്ടിയാണ്. 2025 വരെ വാറണ്ടി വരുന്ന വണ്ടിയാണ്. 25 വാറണ്ടി ഉണ്ട്. 1.5 സ്റ്റൈൽ എന്ന് പറഞ്ഞ വേരിയന്റാണ്. ഏകദേശം ഫുൾ ഓപ്ഷൻ വേരിയന്റ് തന്നെ നമുക്ക് പറയാം. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. സീറ്റ് വെന്റിലേഷൻ, AC, ബാക്ക് റിയർ AC, ഫോഗ് ലാമ്പ്, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇതിന് ഷോറൂം വില വരുന്നത് 22,40,000 രൂപ എടുത്ത് വരും. പുതിയ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 17,40,000. 5 ലക്ഷം റുപ്യ എടുത്ത് ഡിപ്രീസിയേഷൻ. 5 ലക്ഷം വില കുറച്ചിട്ടാണ്. സിംഗിൾ ഓണർഷിപ്പ്, പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, എല്ലാം പുതിയ പേപ്പർ. എടുക്കുന്ന ആള് ഫസ്റ്റ് ഓണർ ആയിട്ട് വരും. സിംഗിൾ ഓണർഷിപ്പ്. അതേമാതിരി പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 2015 മോഡൽ. അന്ന് ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടി. 2015 ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടി. സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇപ്പൊ ഇറങ്ങുന്ന വണ്ടിയായിട്ട് എയർ ബാഗിലും കമ്പാരിറ്റീവ്ലി വ്യത്യാസങ്ങൾ ഉണ്ടാവും. 40,000 കിലോമീറ്റർ കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഏകദേശം നമുക്കൊരു 850 റേഞ്ചിൽ നമുക്ക് പ്രൈസ് ചോദിക്കുന്നുണ്ട്. ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് 16 ലക്ഷം റുപ്യ ഓണറോട് വില ഉണ്ടായി. ലോൺ എത്ര? 6 ലക്ഷം റേഞ്ചിലൊക്കെ ലോൺ ചെയ്ത് കൊടുക്കും. 2 lakh IP ഇറക്കി കൊടുക്കും. അല്ല, 2 ലക്ഷം റുപ്യ ഇറക്കി കൊടുക്കാം. റെനോൾട്ടിന്റെ 7 സീറ്റ് വണ്ടിയാണ്. 2023 വണ്ടിയാണ്. വെറും 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2000 കിലോമീറ്റർ അണ്ടർ കമ്പനി വാറണ്ടിയിലുള്ള വണ്ടിയാണ്. ഒരു ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴത്തുള്ള വേരിയന്റാണ് വരുന്നത്. പുതിയ ഏകദേശം 9 ലക്ഷം റുപ്യ എടുത്ത് വെച്ചാൽ പ്രൈസ് വരുന്നുണ്ട്. ഇപ്പൊ 24 ആകുമ്പോഴേക്ക് ഈ വണ്ടികൾക്കൊക്കെ പിന്നെ പ്രൈസ് കൂടുതലാണ്ട് ഒരിക്കലും കുറയില്ല. നമ്മളെ പ്രൈസ് വരുന്നത് 7,60,000 റുപ്യാണ് നമ്മൾ ചോദിക്കുന്നത്. 2 ലക്ഷം റുപ്യയുടെ മാറ്റം ഇതും പുതിയതായിട്ട് പിന്നെ ഉണ്ട്. എന്നാൽ ഇതിന്റെ ഒക്കെ പ്രത്യേകത പറഞ്ഞാൽ ഒരു പുതിയ വണ്ടി നമ്മൾ ഇത്രയും ബഡ്ജറ്റ് കൊടുത്ത് എടുക്കുന്നതിനേക്കാൾ നല്ലൊരു യൂസർ വണ്ടി എടുക്കുന്നതാണ്. നെഗറ്റീവ് പറയല്ല. ഒരു 1000 cc ചെറിയ വണ്ടിയാണ്. 2 ലക്ഷം റുപ്യ ലാഭം കിട്ടുകയാണെങ്കിൽ അത്രയും ബെറ്റർ. ലോ കിലോമീറ്റർ അണ്ടർ കമ്പനിയിൽ വാറണ്ടി ഉള്ള വണ്ടിയാണ്. വളരെ റയർ ആയിട്ട് കാണുന്നതാണ് നിസാന്റെ ടെറാനോ ഡീസൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി. AMT വേരിയന്റ് ആണ് വരുന്നത്. ഒരു 19 റേഞ്ചിലൊക്കെ മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടി. ഇറങ്ങുന്ന സമയത്ത് ഓൺ ദ റോഡ് 15 ലക്ഷം റുപ്യന്റെ മുകളിൽ ചോദിച്ച വണ്ടിയാണ്. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് 8,70,000 ആണ് ചോദിക്കുന്നത്. 35,000 കിലോമീറ്റർ ആണ് ഓടിയത്. 2017 മോഡൽ. ലോണൊക്കെ നമുക്ക് ഏകദേശം ഒരു 2 lakh 3 lakh റേഞ്ചിൽ IP എന്തായാലും കാണേണ്ടി വരും. കാരണം വണ്ടി ഇപ്പൊ നിർത്തിയ വേരിയന്റ് ആണ്. 70% ഫണ്ടിങ് നമുക്ക് കിട്ടുള്ളൂ. വണ്ടി ഇറക്കി കൊടുക്കാം. നമുക്ക് 2 കൊല്ലം വാറണ്ടിയിലുള്ള വണ്ടിയാണ്. അണ്ടർ നിസാന്റെ സർവീസ് സെന്റർ ഇപ്പോഴും അവൈലബിൾ ആണ്. നിസാന്റെ ബ്രാൻഡ് നിർത്തിയെന്നുള്ളൂ. മാരുതി തന്നെ റിക്സ് നിർത്തി, അതേപോലെ ഓരോ വണ്ടി അവൈലബിൾ ആണ്. വേറെ വിഷയങ്ങളും കാര്യങ്ങളും ഇല്ല. പാർട്സ് എല്ലാം കിട്ടാവുന്നതാണ്. എല്ലാവരും അന്വേഷിക്കുന്ന ഒരു 7 സീറ്റ് വണ്ടി, ചെറിയ കഴിഞ്ഞ വണ്ടി അല്ലേ? ചെറിയ പൈസക്ക് എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം മോഡൽ കൂടിയൊരു വണ്ടി. മോഡൽ കൂടി പറഞ്ഞാൽ നോർമലി വലിയ മോഡലല്ല. 2015 കാറ്റഗറിയിലേക്ക് വരുന്ന ഡീസൽ എഞ്ചിനിൽ വരുന്ന റെനോൾട്ടിന്റെ ഡോഡ്ജ് ആണ് വരുന്നത്. 1,10,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത്. സെക്കൻഡ് RCയിലാണ് വണ്ടി വരുന്നത്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് 1 year RSA കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. സിംഗിൾ എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു ഇൻഫോർടൈൻമെന്റ് കാര്യങ്ങൾ, ഫോട്ടോ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ള വണ്ടിയാണ് വരുന്നത്. നമ്മളെ പ്രൈസ് വന്നിട്ട് 3,75,000 ആണ് ചോദിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 3 lakhന്റെ ഒരു 1 lakh ഒക്കെ IP ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. വണ്ടി ഇറക്കി കൊടുക്കാം. വേറെ പണി കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 1 year റോഡ് അസിസ്റ്റന്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. 1 lakhന്റെ മുകളിലേക്ക് കൂടിയ വണ്ടികൾക്ക് നമുക്ക് RSA മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ വണ്ടികൾ ഇഷ്ടംപോലെ വണ്ടികൾ യാർഡിലുണ്ട്. എല്ലാം ഉണ്ട്. പോളോ ഉണ്ട്, ഹോണ്ട സിറ്റി ഉണ്ട്, WRV ഉണ്ട്, ഐട്ടൺ ഉണ്ട്, ചെറിയ വണ്ടിയിൽ മൈക്രോ ഉണ്ട്, കിഡ് ഉണ്ട്, സ്വിഫ്റ്റ് കാര്യങ്ങള്
വണ്ടിന്റെ ലോകൽ ഇവിടെ ഏകദേശം ഒരു 10 എത്ര വണ്ടി ലൈവിൽ ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു 170 വണ്ടിയുടെ അടുത്താണ് ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത്. കുറച്ച് വണ്ടികൾ വേറെ സ്റ്റോറൂം മാറ്റിട്ടാണ്. ഇപ്പൊ ആളുകൾ ഏത് വണ്ടി കുളിച്ചാലും സെറ്റ് ആയി കൊടുക്കും. മൾട്ടി ബ്രാൻഡാണ്, നമ്മുടെ അടുത്ത് ഇല്ലാത്ത സ്റ്റോക്ക് ഉണ്ടാവില്ല, എല്ലാ ബ്രാൻഡും ഉണ്ടാവും. ഒരു വണ്ടിക്ക് മാത്രം വിളിക്കണ്ട. ഈ മാരുതി 800 അങ്ങനത്തെ വണ്ടികൾക്ക് ചെറുവണ്ടികൾ ഉണ്ടായിരുന്നു നമ്പറിലെ ലൈവിൽ വരുമ്പോൾ ചെറുവണ്ടികൾ വേഗം പോകും, പെട്ടെന്ന് പോയി. കൂടുതൽ ആൾക്കാരും ചെറുവണ്ടികൾ യൂസ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഏത് വണ്ടിക്ക് വിളിച്ചാൽ നമ്മൾ സെറ്റ് ആയി കൊടുക്കും. ഇവിടെ നമ്മളെ ഇന്ത്യയിൽ ഇപ്പൊ ഇറങ്ങിയ വണ്ടികളെല്ലാം അടുത്തുണ്ട്. ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടല്ലോ. നമ്മുടെ അടുത്ത് റീ രജിസ്ട്രേഷൻ വണ്ടി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം ഉണ്ട്. സാധാ ഒറിജിനൽ കേരള വണ്ടികളാണ് നമ്മൾ കൂടുതൽ. അതില് ചില പല സ്ഥലത്ത് പല ടൈമിൽ പല സ്റ്റോക്ക് ആയിരിക്കും ഉണ്ടാകുക. ചിലപ്പോൾ 15,000 രൂപ മുതലുള്ള, ചിലപ്പോൾ 20 ലക്ഷം രൂപയുള്ള വണ്ടികൾ ഉണ്ടാവും. ഇപ്പോഴത്തെ ലൈവിൽ ഒരു 1 lakh റേഞ്ചിലാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഉള്ളത്. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ അതിന്റെ ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ കാണാം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ കാണാം.